കഴുതയുടെ പിമ്പിലും ഉള്ളത് എന്താണ്? ഞാൻ ഇപ്പൊ മേലെയൊക്കെ പോയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ച് തിരിച്ചു വരുവാ ബസ് സ്റ്റാൻഡിലൊക്കെ പോയിട്ട്. അതെ ചേട്ടാ, ഞാൻ യൂട്യൂബ് ചാനലിൽ നിന്ന് വരുന്നതാണ്. ഞാൻ ഒരു കുസൃതി ചോദ്യം ചോദിക്കാൻ വേണ്ടി വന്നതാണ്. അതിനകത്ത് ആരാണോ ഉത്തരം പറയുന്നത് അവർക്ക് 50 രൂപ കിട്ടും. ഒരു കുസൃതി ചോദ്യം ചോദിക്കും, അതിനകത്ത് ആരാണോ ഉത്തരം പറയുന്നത് അവർക്ക് ഞാൻ 50 രൂപ തരും. ഓക്കെ? ചേട്ടൻ്റെ പേരെന്താ? ജസ്റ്റ് പേര് പറഞ്ഞോ? ഔസേപ്പിച്ച്. ചേട്ടൻ്റെ പേര് വർഗീസ്. ഓക്കെ. ഷാജി. ഓക്കെ. അപ്പൊ ഞാൻ ആരോടെ ചോദ്യം ചോദിക്കണ്ട, ജസ്റ്റ് ഒരു ഉത്തരം അറിയുമെങ്കിൽ അറിയുമെന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ല, അത്രേ ഉള്ളൂ. 50 രൂപ കിട്ടും. ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ 50 രൂപ കിട്ടും. ഓക്കെ. ഞാൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും. അല്ല നോക്കാം, നിങ്ങൾ 3 പേര് ആരെങ്കിലും ഒരാൾ പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഉത്തരങ്ങൾ പറഞ്ഞു, നിങ്ങൾ 3 പേര് ചർച്ച ചെയ്തിട്ട് പറഞ്ഞു. ഓക്കെ. തവളയുടെ മുമ്പിലും കഴുതയുടെ പിമ്പിലും ഉള്ളത് എന്താണ്? കുസൃതി ചോദ്യം. തവളയുടെ മുമ്പിലും കഴുതയുടെ പിമ്പിലും ഉള്ളത് എന്താണ്? ഞാൻ ഇപ്പൊ മേലെയൊക്കെ പോയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ച് തിരിച്ചു വരുവാ ബസ് സ്റ്റാൻഡിലൊക്കെ പോയിട്ട്. ഇല്ല, ഉത്തരം പറഞ്ഞവരുണ്ട്, പറയാത്തവരുണ്ട്. ഓക്കെ. അപ്പൊ റൈറ്റ് ആൻസർ ആണ്. അപ്പൊ വർഗീസ് ചേട്ടായിക്ക് ഒരു 50 രൂപ കിട്ടിയിട്ടുണ്ട്. ഓക്കെ. എന്റെ യൂട്യൂബ് ചാനൽ സല്ലു DC എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ 100 രൂപ ഇപ്പൊ തരും. എന്റെ യൂട്യൂബ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, സല്ലു DC എന്ന് പറയുന്നത് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ യൂട്യൂബ് ചാനൽ? ഇല്ല. ഓക്കെ. എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ഇല്ല. ഓക്കെ.